കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് മികച്ച വിജയം കരസ്ഥമാക്കിയതിന് പിന്നാലെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ പോരു മുറുകുന്നു. നിലവിൽ ഹൈക്കമാൻഡ് നിരീക്ഷകർ എം.എൽ.എമാരുടെ അഭിപ്രായം തേടിക്കഴിഞ്ഞെങ്കിലും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനായി അദ്ദേഹത്തിന്റെ അനുയായികൾ ഡൽഹി കേന്ദ്രീകരിച്ച് ശക്തമായ കരുനീക്കങ്ങളാണ് നടത്തുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണുഗോപാലിന് 99% സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഉറപ്പിച്ചു പറയുന്നു. ഇക്കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശം അവർ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെയും നിലവിൽ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെയും നേരിട്ട് അറിയിച്ചു കഴിഞ്ഞു. റിപ്പോർട്ട് പ്രകാരം സഭയിലെ ഭൂരിഭാഗം എം.എൽ.എമാരുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് കെ.സി. പക്ഷം വാദിക്കുന്നത്. ഏകദേശം 45-ലധികം എം.എൽ.എമാർ വേണുഗോപാലിനെ മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് മുന്നിൽ കണക്കുകൾ നിരത്തി ബോധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ലോക്സഭാ അംഗമായ അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ ഉണ്ടാകാനിടയുള്ള ഉപതെരഞ്ഞെടുപ്പ് ഭീഷണിയെയും ഈ ക്യാമ്പ് തള്ളിക്കളയുന്നു. ലോക്സഭാ അംഗത്വം രാജിവെച്ച് 6 മാസത്തിനുള്ളിൽ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടി വരുമെങ്കിലും നിലവിലെ അനുകൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വലിയൊരു തിരിച്ചടിയാവില്ലെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. അധികാരം ഏറ്റെടുത്ത് സർക്കാർ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതോടെ ജനപിന്തുണ വർദ്ധിക്കുമെന്നും അതിനാൽ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇവർ ഹൈക്കമാൻഡിന് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. സതീശൻ പക്ഷവും ചെന്നിത്തലയും അവകാശവാദങ്ങളായി രംഗത്തുണ്ടെങ്കിലും എം.എൽ.എമാരുടെ എണ്ണത്തിലുള്ള മുൻതൂക്കം തങ്ങളെ തുണയ്ക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കെ.സി. വേണുഗോപാൽ അനുകൂലികൾ. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം വെറും ചർച്ചകളിൽ മാത്രം ഒതുങ്ങാതെ തെരുവുകളിലേക്കും ഫ്ലക്സി യുദ്ധങ്ങളിലേക്കും പടരുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. തിരുവനന്തപുരത്തെ കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ച് സ്ഥാപിച്ച ഫ്ലക്സുകൾ വി.ഡി. സതീശൻ പക്ഷക്കാർ നശിപ്പിച്ചു എന്ന ആരോപണം ഈ ആഭ്യന്തര കലഹം എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് അന്തരിച്ച ജനകീയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ചിത്രം ഉൾപ്പെട്ട ഫ്ലക്സുകൾ പോലും കീറിയെറിയപ്പെട്ടു എന്നത് കെ.സി. പക്ഷത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. വൈകാരികമായ ഈ വിഷയം ഹൈക്കമാൻഡിന് മുന്നിൽ ശക്തമായ ആയുധമായി ഉപയോഗിക്കാനാണ് അവരുടെ നീക്കം. വി.ഡി. സതീശൻ അനുകൂലികൾ ഹൈക്കമാൻഡ് നിരീക്ഷകർക്കെതിരെ മനഃപൂർവ്വം കുപ്രചാരണങ്ങൾ നടത്തുന്നു എന്ന ഗുരുതരമായ പരാതിയും വേണുഗോപാൽ ക്യാമ്പ് ഉയർത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശം നിലനിൽക്കെ തന്നെ പാർട്ടിക്കുള്ളിലെ ഈ ചേരിതിരിഞ്ഞുള്ള പോര് വരും ദിവസങ്ങളിൽ കൂടുതൽ നാടകീയമായ നീക്കങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രി പദത്തിനായുള്ള അവകാശവാദത്തിൽ കെ.സി. വേണുഗോപാൽ കരുത്തുറ്റ നീക്കങ്ങൾ നടത്തുമ്പോഴും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെതിരെ നയിച്ച സന്ധിയില്ലാത്ത പോരാട്ടങ്ങളും ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുകളും തനിക്ക് അനുകൂലമാകുമെന്നാണ് വി.ഡി. സതീശൻ വിശ്വസിക്കുന്നത്. വെറും എം.എൽ.എമാരുടെ എണ്ണം മാത്രം നോക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കരുത് എന്ന കർശനമായ നിലപാടാണ് അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു.ഡി.എഫ് ഘടകകക്ഷികൾക്ക് തന്നോടുള്ള താല്പര്യവും മുന്നണി മര്യാദയും ജനവികാരവും പരിഗണിക്കപ്പെടണമെന്ന് സതീശൻ പക്ഷം വാദിക്കുന്നു. ഇവർക്കിടയിൽ സീനിയോറിറ്റിയും മുൻകാല ഭരണപരിചയവും ഉയർത്തിക്കാട്ടി രമേശ് ചെന്നിത്തലയും സജീവമായി രംഗത്തുണ്ട്. സതീശനെ പിന്തുണയ്ക്കുന്ന ഘടകകക്ഷികളുടെ നിലപാടും കെ.സി. വേണുഗോപാലിന് എം.എൽ.എമാർക്കിടയിലുള്ള സ്വാധീനവും തമ്മിലുള്ള ഈ വടംവലിയിൽ ഹൈക്കമാൻഡ് ആരെ തുണയ്ക്കുമെന്നത് വരും മണിക്കൂറുകളിൽ കേരളം ഉറ്റുനോക്കുന്ന പ്രധാന കാര്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് ഇന്ന് നടത്തുന്ന ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നു. ഗ്രൂപ്പ് തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി 3 പ്രമുഖ നേതാക്കളാണ് ഇപ്പോൾ ശക്തമായി രംഗത്തുള്ളത്. 45-ലധികം എം.എൽ.എമാരുടെ പിന്തുണയും ഹൈക്കമാൻഡുമായുള്ള അടുത്ത ബന്ധവുമാണ് കെ.സി. വേണുഗോപാലിന് മുൻതൂക്കം നൽകുന്നത്. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ ലോക്സഭാ അംഗത്വം രാജിവെച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുമെന്നതും ചില ഘടകകക്ഷികളുടെ എതിർപ്പും അദ്ദേഹത്തിന് വെല്ലുവിളിയാണ്. അതേസമയം വലിയ ജനപ്രീതിയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ ഉറച്ച പിന്തുണയുമാണ് വി.ഡി. സതീശന്റെ കരുത്ത്. എങ്കിലും എം.എൽ.എമാരുടെ എണ്ണത്തിൽ വേണുഗോപാലിന് പിന്നിലായത് അദ്ദേഹത്തിന് തിരിച്ചടിയാണ്. എന്നാൽ ഇവരുടെ ഇടയിൽ തന്റെ സീനിയോറിറ്റിയും മുൻകാല ഭരണപരിചയവും ഉയർത്തിക്കാട്ടി രമേശ് ചെന്നിത്തലയും സജീവമായുണ്ട്. എങ്കിലും പാർട്ടിയിൽ യുവ നേതൃത്വത്തിനായി ഉയരുന്ന മുറവിളി ചെന്നിത്തലയുടെ സാധ്യതകളെ ബാധിച്ചേക്കാം. കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യന്മാർ വരും മണിക്കൂറുകളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സംസ്ഥാന കോൺഗ്രസിലെ പുതിയ അധികാര സമവാക്യങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്.